ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാതദിനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എങ്ങനെയാണ് മാനസാന്തരപ്പെടേണ്ടത്? 594 എപ്പിസോഡ് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ശൂന്യ നോമ്പ് നടക്കുന്നതായ ഈ അവസരത്തിൽ നാം എങ്ങനെയാണ് മാനസാന്തരപ്പെടേണ്ടത് എന്ന ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ അറിവിന് വേണ്ടിയിട്ട് ഈ എപ്പിസോഡ് നിങ്ങൾ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. എല്ലാം തോന്നലുകളാണ്. ഇന്നലെ കേട്ടതുപോലെയും ഇന്ന് ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ അത് വിരസമാകുന്നു. ഇന്നലെ കേട്ട ദൈവശബ്ദം ഇന്ന് പുതിയ ഭാഷ്യത്തിൽ നമ്മൾ ഉണർത്തുന്നത് നിത്യ പ്രചോദനത്തിൻ്റെ അടയാളപ്പെടുത്തലായിട്ടാണ്. പ്രപഞ്ചത്തിലെ ഓരോ അണുവും നവീകരണപ്പെടുകയാണ്. മനുഷ്യൻ്റെ കാര്യത്തിലും മാനസാന്തരം ആവശ്യമാണ്. സ്വയം നവീകരിക്കപ്പെടുന്നതാണ് മാനസാന്തരം. ഇന്നലകളിലെ ശീലങ്ങളിൽ നിന്നും ഇന്നിൻ്റെ ശൈഥില്യങ്ങളിൽ നിന്നും ജീവിതത്തെ കണ്ടെത്തുന്നതിനും ജീവിതത്തെ തിരിച്ചറിയുന്നതിനും മാനസാന്തരം കൂടിയേ തീരൂ. യേശു ക്രിസ്തു പ്രദാനം ചെയ്യുന്ന സമൃദ്ധമായ ജീവൻ അനുഭവിക്കണമെങ്കിൽ സ്വയത്തെ നവീകരിക്കുന്ന മാനസാന്തരം ഉണ്ടാകണം. തോന്നലുകൾക്ക് ഉപരിയായ യാഥാർത്ഥ്യമാണ് ജീവിതമെന്ന് പറയാറുണ്ട്. ഇന്നലെ വായിച്ചതും പഠിച്ചതും പാഠം ആയി ഉൾക്കൊള്ളുന്നുവെങ്കിൽ പാഠത്തിൽ ഉപരിയായി സന്ദർഭം നിലകൊള്ളുന്നു. സന്ദർഭത്തിലും തോന്നലുകളുണ്ട്. ശരിയായി തോന്നണമെങ്കിൽ നവീകരണവും തൽഫലമായുള്ള മാനസാന്തരവും വേണം. മാനസാന്തരം യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കണം, യാഥാർത്ഥ്യം സത്യത്തിലേക്കും. തോന്നിയതുപോലെ ജീവിച്ച മകനെ സുവിശേഷത്തിൽ നാം കാണുന്നു. അവൻ അല്പം ഇടറിയവനാണ്. പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ചില തോന്നലുകൾ ഉളവാക്കുന്നു. ഇന്നലകളിലെ വസന്തം തോന്നലുകളിൽ നിറയുകയും ഇന്നിൻ്റെ കാഠിന്യമേറിയ യാഥാർത്ഥ്യം ആണെന്ന് ബോധ്യമാവുകയും ചെയ്യുന്ന തിരക്കിൻ്റെ ലോകത്തേക്ക് ആധുനിക മനുഷ്യൻ ഇനിയും അപകടകരമായ അവസ്ഥയിൽ ആണ്. യാഥാർത്ഥ്യങ്ങൾ അവളെ ഉണർത്തുന്നില്ല, പാഠം ഉൾക്കൊള്ളുന്നുമില്ല. ഇന്നലേക്കാൾ സമ്പന്നരും പുരോഗതി പ്രാപിച്ചവരും ആകുന്നതിൽ അഭിമാനിക്കുന്ന പലരും ഇന്നിൻ്റെ പോഷത്വങ്ങൾ അറിയാതെ പോകുന്നു. വിശപ്പടക്കുവാൻ പന്നിയുടെ പാത്രത്തിൽ പരതുമ്പോഴും നന്മയുടെ ഓർമ്മകളും സ്നേഹത്തിൻ്റെ തോന്നലുകളും നഷ്ടപ്പെടുന്നതിൻ്റെ നൊമ്പരം കൊണ്ട് നടക്കുന്നവരാണ് മനുഷ്യർ. തോന്നലുകൾ ഒറ്റപ്പെട്ടതല്ല, ക്ഷണികതയിൽ നിന്നും വളർച്ച പ്രാപിച്ചതും നിത്യസങ്കല്പത്തിലേക്ക് ആനയിക്കുന്നതുമാണ്. നവീകരണത്തിലൂടെ തോന്നലുകൾക്ക് ദിശ നൽകുന്നു. ദൈവോന്മുഖമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ വചനം ഒരു യാഥാർത്ഥ്യമായി തോന്നുന്നു. ഇന്നലകളിലെ ദൈവീക കരുതലുകൾ പാഠമായും ഇന്നിൻ്റെ കരുതലുകൾ സന്ദർഭമായും മാറുന്നു. പാഠത്തിൽ നിന്ന് സന്ദർഭത്തിലേക്ക് ഉള്ള മാറ്റമാണ് നവീകരണം സാധ്യമാക്കുന്നത്. പാഠത്തിന് ഉപരിയായി സന്ദർഭത്തിനനുസരിച്ച് തോന്നലുകളെ ക്രമീകരിക്കുന്നതിന് മാനസാന്തരം കൂടിയേ തീരൂ എന്ന് നമുക്ക് എവർക്കും അറിയാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 14 അധ്യായം 7 മുതൽ 11 വരെയുള്ള ഭാഗം നാം നോക്കുമ്പോൾ മുഖ്യസ്ഥാനം തിരഞ്ഞെടുക്കുന്നതിൻ്റെയും അപായ സൂചനകൾ നൽകുന്നു. ജീവിതത്തിൽ വീണ്ടും കിട്ടുന്ന സന്ദർഭത്തോടെ എങ്ങനെ പ്രതികരിക്കണമെന്ന് ഉപദേശിക്കുന്ന തിരുവചനം സന്ദർഭത്തെ വിശ്വാസത്താൽ സാധൂകരിക്കുന്നത് എങ്ങനെയെന്ന പാഠം ഇവിടെ അവതരിപ്പിക്കുകയാണ്. വിരുന്ന് ക്ഷണിക്കപ്പെട്ടവരുടെ സംഗമം. എല്ലാവരും ക്ഷണിക്കപ്പെട്ടവരെങ്കിലും ആദ്യ പന്തിയിൽ ആരെയിരിക്കുമെന്ന സ്വാഭാവികമായ ചോദ്യത്തിന് ദൈവികമായ നൈതികതയോടെ ഉത്തരം കണ്ടെത്തുന്നു. മുൻനിരയിൽ ഇരിക്കുന്ന VIP-കളെ കുറിച്ച് അഭിമാനിക്കുന്ന വിരുന്നുവാഴി, മുൻനിരയിൽ ഇരുന്ന് VIP ആകുവാൻ ആഗ്രഹിക്കുന്ന ക്ഷണിക്കപ്പെട്ടവർ. ഇവരുടെ പന്തയങ്ങൾക്കിടയിൽ ദൈവരാജ്യത്തിൻ്റെ പറ്റുന്നവരുടെ ജീവിതശൈലി വ്യത്യസ്തമായിരിക്കണം എന്ന നിഷ്കർഷ ഇവിടെ പങ്കിടുന്നു. പിൻനിരയിൽ ഇരുന്നിട്ട് ക്ഷണിച്ചവൻ നമ്മെ ഒന്നാം നിരയിലേക്ക് ഇരുത്തുന്ന അനുഭവം ഉണ്ടാകണം.
ജീവിതത്തിലെ മുൻനിരയും പരിഗണനയും ക്രിസ്തു വിശ്വാസത്തിന് വേണ്ടി ഉപേക്ഷിക്കുന്നത് മാനസാന്തരം മുൻനിര ഉപേക്ഷിക്കുന്നു എന്ന തോന്നലല്ല, പ്രത്യുത പിൻനിരയിൽ സ്വാസ്ഥ്യം കണ്ടെത്തുന്ന ജീവിതാനുഭവങ്ങൾക്കായി പ്രപഞ്ച സൃഷ്ടാവ് നമ്മെ ക്ഷണിക്കുന്നു. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന ക്രിസ്തുവചനത്തിൻ്റെ ആഴം വളരെ വലുതാണ് എന്നും നമുക്ക് എവർക്കും അറിയാം. ഇത് അല്ലെങ്കിൽ അത് എന്ന സങ്കല്പമോ താല്പര്യമോ അല്ല, മറിച്ച് നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള പെരുമാറ്റം ആവശ്യമായ നിയമങ്ങൾ ദൈവീക ദാനമായി ഇസ്രായേലിന് മോശയിലൂടെ നൽകിയത് നാം പഠിച്ചിട്ടുണ്ട്. പുതിയ ഇസ്രായേൽ ആയ വിശ്വാസ സമൂഹങ്ങളിൽ വ്യക്തിപരമായ രൂപാന്തരം ഉണ്ടാകേണ്ടതിൻ്റെ അനിവാര്യത ഊന്നിപ്പറഞ്ഞുകൊണ്ട് പുതിയ പെരുമാറ്റ സംഗതികൾ പഠിപ്പിക്കുന്നു. തോന്നലുകൾ ബോധ്യങ്ങളല്ല, എന്നാൽ ബോധ്യങ്ങളിലേക്കുള്ള വഴികാട്ടിയാണ്. പുതിയ പെരുമാറ്റത്തിൻ്റെ തോന്നലുകൾ രൂപാന്തരപ്പെടുന്നത് മാനസാന്തരത്തിലാണ്. ത്യജിക്കുന്നവന് ലഭിക്കുമെന്ന അടിസ്ഥാനം പ്രമാണമാക്കിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് ത്യാഗവും ദാനവും ജീവിതത്തെ ഭദ്രമാക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. മാനസാന്തരത്തിൻ്റെ ഫലമായി ത്യജിക്കുവാനുള്ള വ്യഗ്രതയുണ്ടാകുന്നു. അത്തരം വ്യഗ്രതയുടെ പ്രവാഹത്തിൽ വിതുമ്പലുകളും വേദനകളും ഉണ്ടാകുന്നു. എല്ലാം നഷ്ടപ്പെട്ടു എന്ന തോന്നൽ പോലും ഉണ്ടായേക്കാം. മാനസാന്തരത്തിൻ്റെ നാൾ വഴികളിൽ തോന്നലുകൾ ബോധ്യങ്ങളിലേക്ക് വഴിമാറിയില്ലെങ്കിൽ മനുഷ്യർ സന്ദേഹികളായി മാറും. സംശയചിത്തരായ മനുഷ്യർ ഇടറി വീഴുന്നതായി നാം കാണുന്നു. തിരമാല പോലെ അലച്ചില്ലുകൾക്ക് വിധേയമാകുന്നു. ബോധ്യമുള്ളവരുടെ ജീവിതത്തിലും തിരമാലകളുണ്ട്, എന്നാൽ തിരമാല ഒരിക്കലും അവരുടെ സ്വൈര്യം കെടുത്തുന്നില്ല. കാരണം തിരമാലകളെ നിർമ്മിച്ച ദൈവത്തിൻ്റെ കരങ്ങളിൽ അവർ സുരക്ഷിതരാണ് എന്ന് അവർക്ക് ഉറപ്പുണ്ട്. കാണുന്ന തോന്നലുകളിൽ കാണപ്പെടാത്ത ബോധ്യങ്ങളിലേക്ക് കൊള്ളുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പരമ്പരാഗതമായ തോന്നലുകൾ മാറ്റിമറിച്ചുകൊണ്ടാണ് പിൻനിരക്കാരുടെയും ആരാലും ശ്രദ്ധിക്കപ്പെടാത്തവരുടെയും നന്മ കാണുവാൻ ക്രിസ്തു ശ്രമിച്ചത്. പിൻനിരക്കാരനായിരിക്കുമ്പോഴും താൻ ക്രിസ്തുവിൻ്റെതാണ് എന്ന ബോധ്യം എല്ലാ തോന്നലുകളെയും അതിജീവിക്കുന്നു. ന്യൂനപക്ഷം പരീക്ഷണങ്ങൾ നടത്തുന്നു, അതിലൊരു ന്യൂനപക്ഷം വിജയിക്കുന്നു. ഭൂരിപക്ഷം പാരമ്പര്യം പിൻപറ്റുന്നു, അല്ലെങ്കിൽ പാരമ്പര്യം പിൻപറ്റുന്നുവെന്ന തോന്നൽ ഉണ്ടാകുന്നു. ഒരു പക്ഷവും ഇല്ലാത്ത ചെറിയ ആട്ടിൻകൂട്ടത്തിന് ക്രിസ്തു എന്ന ഇടയൻ ഇല്ലാതെ പറ്റില്ല. അവരാണ് ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർ. പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നതിലൂടെ ശരീരശാസ്ത്രപരമായ ഒരു വ്യാഖ്യാനവും കൂടി ഇവിടെ നൽകുന്നു. സന്ദർഭത്തിനെ പാഠത്തിനായും അനുഭവത്തെ മാനസാന്തരത്തിനായും ഉപയോഗിക്കുന്ന വ്യാഖ്യാനം. ശരീരമെന്നത് അത്ഭുതങ്ങളുടെ കലവറയാണെന്ന് ഹിപ്പോക്രാറ്റസ് പറയുന്നു. ഓരോ കോശത്തിനും സന്നിവേശിപ്പിച്ചിരിക്കുന്ന കൗതുകങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ജാലകങ്ങളിൽ സൗഖ്യമെന്ന ദൈവീക ദാനം പ്രവർത്തിക്കുന്നതിൻ്റെയും പക്ഷപാതങ്ങൾ വ്യക്തികളെയും സമൂഹത്തെയും ബാധിക്കരുതെന്ന ഉൾക്കാഴ്ചയോടെ ജീവിക്കുന്നതിൻ്റെയും ആവശ്യകത തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. ഭാവി അഘാതം എന്ന ഗ്രന്ഥത്തിൽ മാറ്റത്തോട് പ്രതികരിക്കുന്ന ശാരീരിക ബൗദ്ധിക ഘടനയെക്കുറിച്ച് ആൽവിൻ ടോഫ്ലർ വിശദീകരിക്കുന്നുണ്ട്. അധിക ഉദ്ദീപനങ്ങളോടുള്ള പ്രതികരണമാണ് ഭാവി ആഘാതമെന്ന് വിശദീകരിക്കുമ്പോൾ തോന്നലുകളുടെ ആഘോഷങ്ങളിൽ മാത്രം നിലകൊള്ളുന്ന ഒരു പ്ലവമാറ്റങ്ങൾ അല്പസൂചനകൾ നൽകുന്നു. ആഴത്തിലുള്ളതും ഘടനപരമായതുമായ മാറ്റത്തിന് അസ്ഥിവാരമിടലാണ് മാനസാന്തരം. ഒന്നും തോന്നാത്ത നിസ്സംഗതയ്ക്ക് മുന്നിൽ പതറാത്ത ക്രിസ്തു ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. തോന്നലുകളേക്കാൾ അനുഭവപരമായ ഐക്യം ആഗ്രഹിക്കുന്ന ക്രിസ്തു ജാഗ്രതയോടെ ക്രിസ്തു വിശ്വാസത്തിൽ നിലകൊള്ളുന്ന ഓർമ്മയും വിചാരവും ചിന്തയും അനുഭവമായി മാറുന്നു. ഈ ഐക്യപ്പെടലാണ് നോമ്പിൻ്റെ സാരം. ഈ സുനോയോ നോമ്പ് നടക്കുന്നതായ ഈ അവസരത്തിൽ നാം ഓരോരുത്തരും നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള മാനസാന്തരം എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് നമുക്ക് അവൻ
നമ്മളെ ഉദ്ബോധിപ്പിക്കും. എങ്ങനെയാണ് മാനസാന്തരപ്പെടേണ്ടതെന്ന് നമുക്ക് ബോധ്യമാകും. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.